Yes, police station. Oh. SI Rajagopal here. കൊച്ചനിയൻ മുതലാളി. ഞാൻ പ്രതീക്ഷിച്ചു. അറസ്റ്റ് ചെയ്യും. അതാകുമ്പോഴേക്കോ ഞാൻ പറയാൻ വന്നേക്കാം. നിങ്ങളുടെ സൗകര്യത്തിൽ വരാൻ പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, കൂടെ കൊണ്ടുപോകാനാണ്. താൻ എന്നെ കൊണ്ടുപോകൂ? കൊണ്ടുപോകും. നീ പുലിക്കുട്ടിയാണെന്നൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് പിള്ളേർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. നിന്റെ പുലിക്കളി ഈ കൊച്ചനിയനോട് എടുക്കല്ലേ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? അറിയാം. ഈ കാട്ടിലെ വിഷപ്പാമ്പാണ്. അല്ലടാ, സിംഹം. പുലിക്കുട്ടി സിംഹത്തോട് കളിക്കണ്ട. പോയിക്കോ. വീരസാഹസങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതെ നടക്കണം സ്റ്റേഷനിലേക്ക്. തോക്ക് കയ്യിലുണ്ടെന്നുള്ള ധൈര്യമായിരിക്കും. നിന്നെ കൊണ്ടുപോകാൻ എനിക്കെന്തിനാടാ തോക്ക്? ഈ കൈകൾ പോരെ. നടക്ക്. പുലിക്കുട്ടി എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? നിന്റെയൊക്കെ പെറുക്കിത്തരം ഇവിടുത്തെ അങ്ങാടിപ്പിള്ളവരോട് നടക്കുന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എന്നെ തൂക്കാനൊന്നും വിധിക്കില്ലടാ. ഞാൻ പുറത്തു വരും. പോടാ. രാഘവൻ എങ്ങനെ ഇരിക്കുന്നു? ജീവനപായമൊന്നുമില്ല. മെഡിക്കൽ റിപ്പോർട്ട് നാളെ കിട്ടും. ഞാനിന്ന് കോട്ടേഴ്സിൽ പോയിട്ട് വരാം. സാർ, എടാ ഉടമ്പ, ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി ഓവർ. ഇതാ പിടിച്ചോ താക്കോൽ. എന്താ രണ്ടുപേരും കൂടി ആ സമയത്ത്? എന്തെങ്കിലും കാര്യമില്ലാതെ വരില്ലല്ലോ. വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. ഇളയച്ചൻ ഒരു അഭിമാനത്തിന്റെ പ്രശ്നവുമായി വന്നിരിക്കുകയാണ്. പറയൂ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത കൊച്ചനിയൻ എന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ്. നളിനി അപ്പുറത്തേക്ക് പോകൂ.
ആ തൊഴിലാളി നേതാവ് എന്തോ അനാവശ്യം പറഞ്ഞപ്പോ ഒരു പിടിയും വലിയും നടന്നു. കൊച്ചനിയന്റെ കത്തി യാദൃച്ഛികമായി അവന്റെ ശരീരത്തിൽ കൊണ്ടു. യാദൃച്ഛികമായി കൊണ്ടതല്ല, കൊച്ചനെ കുത്തിയതാണ്. സാക്ഷികളുണ്ട്. ശരി, ഇനി അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ. അതൊന്ന് മാപ്പാക്കിക്കൂടെ? മാപ്പ് കൊടുക്കേണ്ടത് ഞാനല്ല, കോടതിയാണ്. ഇപ്പോഴതിന് കോടതി വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. മിസ്റ്റർ രാജഗോപാൽ വിചാരിച്ചാ മതി. വളച്ചു നീട്ടാൻ ഞാൻ കാര്യം തുറന്നു പറയാം. കൊച്ചനെ വിടാൻ സാധ്യമല്ല. ഇത്ര പിടിവാശി വേണോ? പന്ത് കളിച്ചതിനല്ല മിസ്റ്റർ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തത്. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതിനാണ്. ക്ഷോഭിക്കാതെ, ഇതൊരു സാധാരണ സംഭവമല്ലേ മിസ്റ്റർ രാജഗോപാൽ? അത് ഇത്ര ഊതി വീർപ്പിക്കാനുണ്ടോ? നിങ്ങൾക്കൊക്കെ സാധാരണ സംഭവമായിരിക്കും, എനിക്കതല്ല. പുതുക്കം കൊണ്ട് തോന്നുന്നതാണ് ഇതൊക്കെ, ഈ പ്രായം കൊണ്ട്. ഞാൻ പറയുന്നത് കേക്ക്. ഇക്കാര്യത്തിൽ ഉപദേശം വേണ്ട. നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യത്തിന് ഇവിടേക്ക് വന്നത്. ആ ബന്ധത്തിനേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് ഈ തൊഴിലിനെയാണ്. നളിനിയെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഇത്രയും ഓവർ കോൺഫിഡൻസ് വേണോ ആഫ്റ്റർ ആൾ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക്? ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ്. നിനക്കറിയാമോടാ, എന്റെ ബംഗ്ലാവിലെ ടെലിഫോണിനോട് പറഞ്ഞാൽ മതി ഈ കാര്യത്തിന്. ഞാൻ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ ആ ടെലിഫോണിന് പ്രവർത്തിക്കില്ല മിസ്റ്റർ ശ്രീധരൻ. രാജഗോപാൽ, ഇൻസ്പെക്ടർ രാജഗോപാൽ, get out. I say you get out. നളിനി, നളിനി, മോളെ നളിനി, ഒന്ന് എഴുന്നേറ്റ് വാ. നാരായണ നാരായണ, എന്റെ ഗുരുവായൂരപ്പ, നാരായണ നാരായണ നാരായണ. ഈശ്വര, മനുഷ്യന്റെ ഒരു സ്ഥിതി കഷ്ടം. എന്താ മുത്തശ്ശി? മോളോട് ഞാനതെങ്ങനാ പറയാ? മുത്തശ്ശി, ആ രാജഗോപാലൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നോ എന്തോ അപകടം പറ്റിയെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ശ്രീധരനും അയ്യപ്പനും ഒക്കെ ആശുപത്രിയിലേക്ക് ഓടിയിരിക്കുകയാണ്. ഡോക്ടർ, എന്താ റിപ്പോർട്ട്? സൂയിസൈഡ് തന്നെ. ബന്ധുക്കളാരും വന്നില്ലേ? ആള് പോയിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം ഇളയച്ചന്റെ വീട്ടിൽ നിന്നും ഞാൻ താമസം മാറ്റി അമ്മയുടെ തറവാട്ടിലേക്ക്. ഒന്ന് തീർച്ചയാണ്, രാജു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യാൻ മാത്രം ഭീരുവായിരുന്നില്ല എന്റെ രാജ്യം. അയ്യോ, പോലീസ്! You are under arrest. എടാ കള്ള, നീയായിരുന്നോ? ഞാൻ പേടിച്ചു പോയില്ലേ? ദേ, ഇനിമേൽ എന്നെ കള്ളാകുള്ളാന്ന് വിളിക്കരുത്. ഞാൻ കള്ളന്മാരെ പിടിക്കുന്നവനാ. നീ പോടാ അവിടുന്ന്. നിനക്ക് ആർഡർ കിട്ടിയോ അനിയെ? കിട്ടി. നാളെ ജോയിൻ ചെയ്യണം. ഇതാ ഓർഡർ. നമ്മുടെ അച്ഛൻ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. എന്നെ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അത് നിറവേറ്റാൻ കഴിയാതെ അച്ഛൻ വളരെ നേരത്തെ പോയി. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ ആഗ്രഹം നിന്നിലൂടെ നിറവേറ്റാൻ എന്നേക്കാൾ കഷ്ടപ്പെട്ടത് നിന്റെ ചേട്ടത്തിയാണ്.
ഏത് പ്രതിസന്ധിയും ആത്മധൈര്യത്തോടു കൂടി നേരിടാൻ മാത്രമുള്ള മനസാന്നിധ്യം രാജുവിനുണ്ടായിരുന്നെന്ന് എനിക്കറിയാം. രാജുവിന്റെ അകാല മരണത്തിന്റെ പിന്നിൽ എന്തോ ചതിവുണ്ട്. രാജുവിന്റെ ആത്മഹത്യ വെറും കെട്ടുകഥയാണ്. നളിനിയേക്കാൾ എനിക്കറിയാം അവനെ. എന്റെ അനുജൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അതാ അവിടെ ഇരിപ്പുണ്ട്. അമ്മേ, 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 അമ്മ, അമ്മ, ചേച്ചി, ചേച്ചി, അമ്മേ. രാജുവിന്റെ മൃതദേഹം കണ്ടതിന് ശേഷം അവൾ ഇങ്ങനെയാണ്. സംസാരിച്ചിട്ടില്ല. സഹോദരന്മാരില്ലാത്ത അവൾ ഒരമ്മയുടെ വാത്സല്യമായിരുന്നു അവന് നൽകിയത്. അത്രയധികം അവൾ അവനെ സ്നേഹിച്ചിരുന്നു. ഒരു കൊച്ചു വീടും പറമ്പുമുള്ളത് പണയപ്പെടുത്തിയാണ് ഞാൻ ഇവളെ ചികിത്സിപ്പിക്കുന്നത്. എനിക്ക് ഈ ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട. അവൾ പഴയ പോലെ സുഖമായി കണ്ടാൽ മതി. എല്ലാം ശരിയാവും വാസേട്ടാ, പടച്ചോനില്ലേ? സുശീലയ്ക്ക് കാര്യമായ മാറ്റമൊന്നും കാണുന്നില്ല. വിധിപ്രകാരമുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, രോഗം ക്രമേണ മാറിക്കൂടൊന്നുമില്ല. മേ ഗോഡ് ബ്ലസ് യു. നമുക്ക് ഇവരെ കൊണ്ടുപോവാം. ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ ദൈവം ഉപേക്ഷിക്കില്ല. എനിക്ക് വിശ്വാസമുണ്ട്. അച്ഛാ, അതാ അവര് വരുന്നുണ്ട്. തെക്കേ മുറി ഒരുക്കി വെച്ചിട്ടുണ്ട്. അകത്ത് കൂട്ടിക്കൊണ്ടുപോകോളെ. ആ, നളിനി, ഞാനിവരെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ഖാലിദിന്റെ വീട്ടിലേക്കോ? അതെ. ഇവിടെ താമസിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്? മറ്റുള്ളവർക്ക് അതും ഇതും പറയാൻ ഒരവസരം കൊടുക്കരുത്. ആരാണീ മറ്റുള്ളവർ? ഇളയച്ചനും കൂട്ടരുമായിരിക്കും. സ്ത്രീയായ ഞാനല്ലേ ഭയപ്പെടേണ്ടത്? ഭയമുണ്ടായിട്ടല്ല. ഇക്കാര്യത്തിൽ നളിനി വാശി പിടിക്കരുത്. അന്ന് ഇളയച്ചന്റെ ആളുകൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വാസുവേട്ടൻ എന്റെ മാനം രക്ഷിച്ചു. അതെന്തിന്റെ പേരിലായിരുന്നു? അതേ ന്യായം തന്നെയാണ് എനിക്ക് വാസുവേട്ടനോട് ഇപ്പൊ പറയാനുള്ളത്. ചേച്ചി അപ്പും ഇവിടെ താമസിക്കട്ടെ, എന്റെ കൂടെ. ഇനിയിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നുമില്ല. അതെ, കുഞ്ഞമിത്ര കാര്യമായിട്ട് പറയുമ്പോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വാസേട്ടാ. സ്നേഹത്തിന്റെ മുന്നിൽ പരാജയം സമ്മതിക്കാത്തവർ മനുഷ്യരുടെ ലോകാലിതേ.
വരൂ, ഊണ് കഴിക്കാം. വരാം. എന്താ ആലോചിക്കുന്നത്? നളിനി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ ഓ, ഒരു ബുദ്ധിമുട്ടുമില്ല. അനിയൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ ഞാൻ കടപ്പെട്ടവളായിരുന്നില്ലേ? നളിനിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല. വിവാഹം കഴിക്കണം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. വാസുവേട്ടൻ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പേ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താണ്? രാജുവിന്റെ മരണത്തിന് പുറകിലുള്ള സത്യം പുറത്തു കൊണ്ടുവരണം. കുറ്റവാളികളെ കാരിരുമ്പഴിക്കുള്ളിലാക്കണം. ഇനിയെങ്കിലും ഇത്തരം ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാവരുത്. നമ്മൾ രണ്ടുപേരും സഞ്ചരിക്കുന്നത് ഒരേ വഞ്ചിയിലാണ് നളിനി. അതേ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. നളിനിയുടെ കഥ കൂടി കേട്ടപ്പോ ലക്ഷ്യം വളരെ അടുത്തതുപോലെ എനിക്ക് തോന്നുന്നു. രാജഗോപാൽ വാസുവിന്റെ അനിയനാണെന്ന് എന്തുകൊണ്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ല? മനഃപൂർവ്വം അറിയിക്കാതിരുന്നതാണ്. ഓഹോ, അവൻ ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണെന്ന് ഇപ്പൊ തോന്നാൻ കാരണം? ഇപ്പോഴില്ല, എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അവൻ കൊല്ലപ്പെട്ടത് തന്നെയാണ്. എന്താണ് തെളിവുകൾ? അത് കണ്ടുപിടിക്കാനാണല്ലോ നിങ്ങളൊക്കെ. എങ്ങനെയെന്ന് പറയൂ. എന്റെ അനുജന് തൊഴിൽപരമായി ഇവിടെ ഒട്ടേറെ ശത്രുക്കളുണ്ടായിരുന്നു. അത് സ്വാഭാവികം മാത്രം. മാത്രമല്ല, അവൻ ആത്മഹത്യ ചെയ്യേണ്ടുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം. ഇതൊന്നും നമ്മൾ കോടതി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു സൗകര്യം. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് വിമർശിച്ചിട്ട് എന്ത് കാര്യം? എന്തായാലും ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള സത്യം പുറത്തു കൊണ്ടുവരാൻ സോമനനെ സഹായിക്കണം. അതെല്ലാം ക്ലോസ് ചെയ്ത ഫയലാണ്. അത് തുറന്നുകൂടെ? അങ്ങനെ എളുപ്പത്തിൽ തുറക്കാവുന്ന അല്ല സർക്കാരിന്റെ ഫയലുകൾ. മുകളിൽ നിന്ന് ഓർഡേഴ്സ് വേണം. എവിടെന്ന്? ആകാശത്ത് നിന്നു. വാസു, കാര്യമറിയാതെ ചോദിക്കരുത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണെന്ന് അവന്റെ സ്വന്തം സഹോദരൻ എന്ന് പറയുമ്പോ ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്ന നിങ്ങളെപ്പോലുള്ള മേലധികാരികളുടെ മരവിച്ച മനസ്ഥിതിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. വാസു, നിന്റെ കൂട്ടുകാരനായിട്ടല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. മരിച്ചുപോയ എസ് ഐ രാജഗോപാലിന്റെ ചേട്ടനായിട്ടാണ്. എങ്കിൽ CI സോമശേഖരനായിട്ട് ഞാനും സംസാരിക്കാം. നിങ്ങൾ ഇവിടെ ഇങ്ങനൊക്കെ സംസാരിച്ചാൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. വാസുവിനെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസ് തീരില്ല സർക്കളെ. നമ്മൾ കുറെ ആളുകളുണ്ട് നാട്ടില്. നിങ്ങൾക്ക് ഇവിടെ സ്ഥലം മതിയാവൂ? ഈ എന്താണ് പറയാ? ഇക്കാര്യം നേരത്തെ നമ്മളോട് പറയായിരുന്നത്. നമ്മളില്ല എന്റെ കൂടെ. എന്ത് കഷ്ടം സഹിച്ചാലും ഇതിന്റെ കുറ്റവാളികൾ കണ്ടുപിടിക്കണം. ഗവൺമെന്റിനെ കൊണ്ട് തക്ക ശിക്ഷയും കൊടുപ്പിക്കണം. ഇതിനു മുമ്പും ഇതുപോലുള്ള പല കൊലപാതകങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ആരും ചോദിക്കാനുള്ളത് പോയിട്ടാണ്. ഇത് വാസുവേട്ടന്റെ മാത്രം പ്രശ്നമല്ല, ഇത് നാട്ടുകാരനും കൂടിയാണ്. അങ്ങോട്ട് നോക്കി. രാജഗോപാലന്റെ കൊലപാതകം തെളിയിക്കാം. കുറ്റവാളികളെ ശിക്ഷിക്കാം. കൂട്ടുനിന്ന പോലീസിനെ തൂക്കിലാക്കാം. രാജ്യദ്രോഹികളെ അടച്ച ഫയലുകൾ അടച്ച ഫയലുകൾ. രാജഗോപാലന്റെ കൊലപാതകം കുറ്റവാളികളെ ശിക്ഷിക്കാം. കൂട്ടുനിന്ന പോലീസിനെ രാജ്യദ്രോഹികളെ അടച്ച ഫയലുകൾ അടച്ച ഫയലുകൾ. രാജഗോപാലിന്റെ കൊലപാതകം കുറ്റവാളികളെ കൂട്ടുനിന്ന പോലീസിനെ രാജ്യദ്രോഹികളെ. നമുക്കിതൊന്നും വേണ്ട. അതിനൊക്കെ ഇവിടെ വേറെ ആളുകളുണ്ട്. സമാധാനപരമായി സഹായിക്കാൻ മനസ്സുള്ളവർ മാത്രം എന്നോടൊപ്പം നിന്നാൽ മതി. നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. IGക്കോ ഹോം ഡിപ്പാർട്ട്മെന്റ് ഒരു പെറ്റീഷൻ അയക്കൂ. അവിടുന്ന് കടലാസ് വന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞമ്മക്ക് അത് മതി.